ഹായ് ഫ്രണ്ട്സ്, ഗോവിന്ദച്ചാമി ജയിലിൽ ചാടുകയും ചെയ്തു. ആ ചാടി ക്ഷണം നേരം കൊണ്ട് തന്നെ പൊക്കുകയും ചെയ്തു. ഇവനെ എങ്ങനെയാണ് കേരള പോലീസ് പൊക്കിയത്? അതോ ഇവൻ ചാടിപ്പോയാലും കേരള പോലീസിന് പിടിക്കാൻ സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടി വല്ലോ ഇനിയും ഇറക്കി വിട്ടതാണോ? കാര്യം ഇലക്ട്രിഫൈയിങ് വേലികൾ, സാധാരണ മതിലിനേക്കാളും മൂന്നിരട്ടി വലിപ്പമുള്ള വലിയ മതിലുകൾ, ഇലക്ട്രിഫൈയിങ് വേലികൾ ഇതെല്ലാം തരണം ചെയ്തിട്ട് വേണം ഇവന് വെളിയിൽ ഇറങ്ങാനും രക്ഷപ്പെടാനും. അവൻ പിന്നെ കണ്ണൂർ എന്ന സ്ഥലം ഇവന് പരിചയമുള്ള സ്ഥലമല്ല. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്നോ സ്ഥലം എവിടെയാണെന്നോ ഇവന് അറിയാൻ പറ്റത്തില്ല. ഇവനകത്ത് ആരോട് ഒരു വഴി ചോദിക്കാൻ പോലും പറ്റത്തുമില്ല. അങ്ങനെ വഴി ചോദിക്കാനോ ഒരു കാര്യം അവന് സാധിക്കത്തുമില്ല. അപ്പം ഇവനെ ഉദ്ദേശിച്ച കാര്യത്തിൽ ആളൂരായിരുന്നല്ലോ ഇവന്റെ വക്കീല്. പുള്ളി മരിച്ച കാര്യം ഇവൻ അറിഞ്ഞു കാണും. പിന്നെ ഇനി ഇവൻ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇവനെ രക്ഷിക്കാനോ എടുക്കാനോ ഒന്നും ആരും വരത്തില്ലെന്നുള്ള കാര്യം പുള്ളിക്ക് നല്ലതായിട്ട് അറിയാം. അന്നേരമായിരിക്കും അവൻ വിചാരിച്ചു ഇനി ശേഷിച്ച കാര്യം ഈ അകത്ത് കിടന്ന് അറിയിക്കാതെ ജയിൽ ചാടിയേക്കാന്ന് വിചാരിച്ചപ്പോഴായിരിക്കും. എന്തുമായാലും ഈ ജയിൽ ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ല. ഇവൻ ആക്സോ ബ്ലേഡോ എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ കഴിക്കാൻ ഇറങ്ങുന്ന സമയത്തോ എന്തെങ്കിലും എവിടുന്നേലുമൊക്കെ അവൻ കണ്ടെടുത്ത് കാണും. അത് വെച്ച് പതുക്കെ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിലോ അല്ലെ പോലീസുകാർ ഡ്യൂട്ടി കൈമാറുന്ന സമയത്തോ വല്ലോ ഇങ്ങനെ മുറിച്ച് വെച്ച്, എന്നിട്ട് ഇവന് പിറ്റേ ദിവസം അതാരും കാണാതെ ചേർത്ത് വെച്ച് ഒട്ടിച്ചവലും ചേർത്ത് വെച്ച്, അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോലീസുകാർ മാറുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവൻ ഈ മുറിച്ച് വെച്ച അഴികൾ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ആയിരിക്കും അതിൽ കൂടി രക്ഷപ്പെട്ടത്. എന്തുവാണല്ലോ അതിൻ്റെ പിന്നിൽ ദീർഘകാലത്തെ ഒരു പരിശീലനം അവന് ആവശ്യമുണ്ട്. പിന്നെ വേറെ ആരും ഇവനെ സഹായിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഒരു കൊടും കുറ്റവാളിയാണ്. കാര്യം ഇവൻ പല ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇവൻ അടിമയാണ്. സൗമ്യ എന്ന കുട്ടിയെ ട്രെയിനിൽ വെച്ച് വളരെ മൃഗീയമായി ഉപദ്രവിച്ചിട്ട് ട്രെയിനിൽ നിന്ന് എടുത്ത് കളഞ്ഞവനാണ്. അപ്പം എന്തും നികൃഷ്ടമായിട്ടുള്ള ജോലികൾ ഇവൻ ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയുള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അടുത്ത വീടുകളിൽ കയറും. അല്ലെങ്കിൽ അവൻ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകുന്ന സമയത്താണ് ഇവനെ പൊക്കിയിരിക്കുന്നത്. ഇവൻ ട്രെയിനിലെ വല്ലതും കയറി കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ പൊടി പോലും കിട്ടത്തില്ല. പിന്നെ തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമത്തിലോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു അതുപോലെ നിഗൂഢമായ സ്ഥലത്ത് ഇവനെ പ്രതീക്ഷിച്ചാൽ മതി. അവിടെയൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ കേരള പോലീസ് എന്നല്ല ഏത് പോലീസ് ആണെങ്കിൽ പോലും അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ല അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളത് പോകുന്ന പോലീസുകാരുടെ വരെ ജീവന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുവാണെങ്കിലും അതിനൊന്നുമുള്ള ഇടയായില്ല. അതിനിപ്പുറം തന്നെ പോലീസ് ഇവനെ പിടിക്കാനുള്ള സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ വളരെ ബുദ്ധിമാനായിട്ട് ആലോചിച്ചോണം, വളരെ ബുദ്ധിമാനായിട്ട് ഇവന് കൈയുടെ പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചാക്ക് എവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ട് ആ ചാക്ക് എടുത്ത് തലയെ വെച്ചിട്ട് അവൻ്റെ ആ ഒടിഞ്ഞ കൈ എടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റി. അപ്പം വെളിയിൽ നിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ ചാക്കിൻ്റെ അകത്ത് കുറച്ച് സാധനം കൊണ്ടുപോകുന്നു. ഒരാൾ തലയെ ചാക്ക് വെച്ചുകൊണ്ട് കുറച്ച് സാധനം തലച്ചോറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടേ വെളിയിൽ നോക്കുമ്പോൾ ഒരാൾക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇവൻ്റെ കൈയുടെ ഈ പകുതി ഇല്ലാത്തതുകൊണ്ട് അത് അറിയാതിരിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ഈ ചാക്കിൻ്റെ അകത്ത് ഈ കൈ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് പോകുമായിരുന്നു. അന്നേരമാണ് രണ്ടുപേരും ഓട്ടോയിൽ വന്നവർ ഇത് ഗോവിന്ദച്ചാമി എന്ന് മനസ്സിലാക്കി അവരപ്പോഴത്തേക്കും ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കിയിട്ട് ഒറ്റ ഓട്ടോ ഓടി. അങ്ങനെയാണ് മനസ്സിലായത് ഇവൻ ഗോവിന്ദച്ചാമി തന്നെയാണ്. അപ്പം തന്നെ അവർ അടുത്ത പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. പോലീസ് നാലുപാടും വളഞ്ഞിരിക്കുമല്ലേ, അവർക്ക് നിമിഷ നേരം മതിയല്ലോ. പിന്നെ CCTV ദൃശ്യങ്ങളും ഒക്കെ അവർക്ക് ഇതിനോട് ലഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം തന്നെ നാലുപാടൊന്നും പോലീസ് വന്ന് ചെന്നപ്പോഴത്തേക്ക് ഇവനൊരു കിണറ്റിലോട്ട് എടുത്ത് ചാടി കഴിയുമ്പോഴത്തേക്ക് ഇവർ പിടിക്കാനും സൗകര്യമുണ്ട്. പിന്നെ അവിടുന്ന് പൊക്കി ഇവനെ എടുക്കുമായിരുന്നു. ആ എടുത്ത സമയം കൊണ്ട് തന്നെ അടുത്ത് നിന്നവരൊക്കെ ഇവനെ മുഖത്തും ദേഹത്തും ഒക്കെ നല്ലോണം വെച്ച് അടി കൊടുക്കുന്നുണ്ടായിരുന്നു. ചിലർ കല്ലും കുപ്പിയൊക്കെ വെച്ച് അവന് എറിയുന്നുണ്ടായിരുന്നു. പക്ഷെ പോലീസ് വന്ന് അവൻ്റെ ഭാഗ്യമെന്ന് വേണം പറയാൻ. കാര്യം നാട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പഞ്ഞി കിട്ടി അവനെ മൂടിയേനെ അന്നേരം തന്നെ. എന്തുമല്ല അവനിനി ഓണം ഇന്ന് പോലീസുകാർ പലരും കയറി മേയും. അവനിനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനിനി അടി ഓർക്കണം. അതുപോലത്തെ അടി പോലീസുകാർ കൊടുക്കും. അവനിന്ന് ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ വരെ അവൻ്റെ ഇന്ന് വെളിയിൽ വരും. കാര്യം ഇതൊരു സീരിയസ് ഇഷ്യൂ അല്ലേ. ഇത്രയും വലിയൊരു കൊടും ക്രിമിനൽ ജയിലിൽ ചാടിപ്പോകാൻ കഴിഞ്ഞാൽ ജയിൽ ഉദ്യോഗസ്ഥർ, പോലീസുകാർ, മന്ത്രിസഭ, ആഭ്യന്തര വകുപ്പ് ഇതെല്ലാം പ്രശ്നത്തിലാവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവനെ ഇപ്പം പിടിച്ചത്. അതെന്തായാലും വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആകുന്നതിനപ്പുറം തന്നെ അത് പിടിക്കാൻ സാധിച്ചു. പിടിച്ചില്ലായിരുന്നെങ്കിൽ അത് നമ്മുടെ മീഡിയാസിനൊക്കെ ചർച്ച ചെയ്യാനൊരു വിഷയം, പ്രതിപക്ഷത്തിലെ ആൾക്കാർക്ക് ചർച്ച ചെയ്യാനൊരു വിഷയം, അങ്ങനെ പല വിഷയങ്ങളായേനെ. ആ സമയം കൊണ്ടാണ് പിടിച്ചേക്കുന്നത്. പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിഷയമാകും. കാര്യം ഇത്രയും ഒരു കൊടും ക്രിമിനൽ ചാടിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി, പിന്നെ ഇവിടുത്തെ ജയിൽ അധികൃതരെ ഇവരെല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാര്യം ജയിലിൽ താമസിക്കുന്ന ആളുകൾ, അതായത് ജയിൽ പുള്ളികൾക്ക് ഇറങ്ങിപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയോ എന്നൊക്കെ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നുണ്ട്. എന്താണേലും ഇവനെ പിടിച്ചത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു സൈക്കോയാണ്. അവന് ഇത്ര നാൾ ജയിലിൽ കിടന്ന് അവൻ ആ
സൈക്കോ കുറ്റകൃത്യം പിന്നെ പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും. കാര്യം ഇവനെ ഇറങ്ങി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഇതുപോലെ എന്തെങ്കിലും പണ്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇവനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവനെ പൊക്കിയത് കാര്യമില്ല. അവൻ ദേശം വിട്ട് രാജ്യമല്ല, അവൻ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ കൊച്ചു കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, എല്ലാവർക്കും ഭീഷണിയായിട്ടുള്ള കാര്യം ഒരു പ്രാവശ്യം ശിക്ഷ കിട്ടിയാൽ അവൻ ഇനിയും എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കായിരിക്കും അവൻ പോകുന്നത്. പണ്ട് റിപ്പറൊക്കെ ചെയ്ത പോലത്തെ ഓരോ കുറ്റകൃത്യങ്ങളിലേക്ക് പോകേണ്ടവനാണ്. അപ്പോൾ അവനെ പിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇനിയെങ്കിലും കോടതി ഹാജരാക്കി ഇവന് നല്ലൊരു ശിക്ഷ, അതായത് തൂക്കുകയറോ അങ്ങനെയുള്ള പോലത്തെ ഒരു ശിക്ഷ ഇവന് കൊടുത്ത്, ഇവനൊന്നും ഇത് നമ്മുടെ ഭൂമിയിൽ നിലനിന്ന് പോകേണ്ട കാര്യമില്ല. അപ്പം അതിന് അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം. ഇതാ ഈ ഫോട്ടോ കണ്ടില്ലേ, ഇവൻ്റെ പഴയ രൂപം കണ്ടോ? പഴയ രൂപവും ജയിലിൽ വന്നതിന് ശേഷമുള്ളതിൻ്റെ രൂപം കണ്ടോ? ഒരു പിച്ചക്കാരനായിട്ട് വന്നവൻ സിനിമ സ്റ്റാറിൻ്റെ ലെവലിലാണ് അവൻ പിന്നെ ആയത്. അപ്പം ജയിലിലെ ഫുഡും കാര്യങ്ങളും ബെയിൽ കൊള്ളുന്നില്ല, കൂടുതൽ പണി ചെയ്യുന്നില്ല, അതീവ്ര സുരക്ഷാ ജയിലിലാണ്. അവന് വെളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ജയിലിൽ തന്നെ ഇരുന്നത്, ഈ സെല്ലിൽ തന്നെ ഇരുന്നത്, എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അങ്ങനെ സുഖിച്ച് പോകുമ്പോഴാണ് ഇവൻ ചാടിയേക്കുന്നത്. പിന്നെ ഇവൻ അതീവ തന്ത്രശാലിയാണ്. ഇവൻ്റെ ചില ഫോട്ടോകൾ ഞാൻ കാണിച്ചു തരാം. ഇവൻ സാഹചര്യത്തിനനുസരിച്ച് വണ്ണം കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യും. ഇവൻ വന്ന സമയത്ത് ഈ ഒരു രൂപത്തിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഫിലിം സ്റ്റാറിൻ്റെ രൂപത്തിലായി. പിന്നീട് ഇവൻ ജയിലിലട സമയത്ത് ചപ്പാത്തി മാത്രം കഴിച്ച് ഈ രൂപത്തിലേക്കുമായി. ചാടിയോണ്ട് ഇനി അതിലും സുരക്ഷാ സെല്ലിലോട്ട് അവനെ മാറ്റി അവൻ്റെ ഇടം ബലം പോലീസുകാർ ഇനി ചങ്ങലയായിരിക്കും ദേഹത്തൊക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയായിരിക്കും ഇനി അവൻ്റെ അടുത്ത ഇനിയുള്ള ജീവിതം. അപ്പോൾ കൂടുതലും ദുസ്സഹമായി മാറും. ഇനി ഒരു ക്രിമിനലും ജയിലിൽ ചാടാൻ തോന്നാത്തക്ക വിധം നമ്മുടെ പോലീസ് സാർമാർ അതിനുള്ള പരിഹാര മാർഗം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.